ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഭൗതികവാദികൾ പലപ്പോഴും പറയാറുള്ളതാണ് ഈ ലോകം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നത്. ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണിത്. കാരണം അത്ര വിസ്മയകരമാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. വളരെ ബുദ്ധിപരമായ ആസൂത്രണത്തിലൂടെയാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് എന്നത് ഈ ലോകത്തെപ്പറ്റി പഠിക്കുന്ന ആർക്കും ബോധ്യമാകും. ഈ സൗരയൂഥത്തിലേക്ക് നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ക്ഷീരപഥത്തിലെ ഒരു നക്ഷത്രമായ സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം ഭൂമി മാത്രമാണ്. ജീവൻ നിലനിൽക്കുവാനാവശ്യമായ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഒത്തുകൂടി എന്നത് ബുദ്ധിയുള്ള ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. സൂര്യനിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി, ആ അകലം അല്പം കൂടിപ്പോയാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും അതിലൂടെ ഭൂമിയിൽ കൊടും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. ഭൂമിയുള്ള വെള്ളം തണുത്ത് അത് ഐസായി രൂപാന്തരപ്പെടലായിരിക്കും അതിന്റെ ഫലം. വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥയായിരിക്കും അതുമൂലം വന്നു ചേരുന്നത്. അതേപോലെ തന്നെ ഭൂമിയുടെ ചലനം ഒരൽപ്പം അടുത്തുകൂടെയായി മാറുകയാണെങ്കിൽ അതിശക്തമായ ചൂട് ഭൂമിയിൽ അനുഭവപ്പെടുകയും ഈ വെള്ളമെല്ലാം ബാഷ്പീകരിച്ച് വാതകമായി മാറി അപ്പോഴും വെള്ളം ലഭിക്കാത്ത അവസ്ഥയായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. 23.5 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടാണ് സൂര്യനെ ഭൂമി വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ ചെരിവ് കാരണമായിട്ടാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം അനിവാര്യമാണ്. ചുരുക്കത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ സംവിധാനങ്ങളാണ്. ഈ ഘടകങ്ങൾ ഇല്ലാതെയായി പോയാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ല. ഇങ്ങനെ ഈ ഭൂമിയെ വാസയോഗ്യമാക്കുവാൻ വേണ്ടി എന്തെല്ലാം ഘടകങ്ങളാണ് അതിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് ബുദ്ധിയുള്ള ആരെ കൊണ്ടാണ് പറയാൻ പറ്റുക? കാരണം യാദൃശ്ചികമായി സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇത്ര വലിയ ഒരു സംവിധാനം യാദൃശ്ചികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയും അത് അംഗീകരിക്കുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. ഉദാഹരണമായിട്ട് വെൽക്കം എന്ന വാക്കിലുള്ള 7 അക്ഷരങ്ങളെ 7 പേപ്പർ കഷ്ണത്തിലായിട്ട് എഴുതി. WELCOME എന്ന അക്ഷരങ്ങളെ വ്യത്യസ്ത പേപ്പറിൽ എഴുതിയിട്ട് ഈ പേപ്പറുകളെല്ലാം ഒരു കോപ്പയിൽ നിക്ഷേപിച്ചുകൊണ്ട് അത് കുലുക്കിയ ശേഷം അത് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഈ 7 കടലാസ് കഷ്ണങ്ങളും താഴെ വീഴുമ്പോൾ അത് വെൽക്കം എന്ന് കറക്റ്റായി രേഖപ്പെടുത്തി വച്ചതുപോലെ അതിന്റെ പേപ്പറുകളെല്ലാം ക്രമത്തിലായിട്ട് വന്ന് ഭൂമിയിൽ വീണുവെങ്കിൽ ഇത് യാദൃശ്ചികമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇനി ഒരിക്കൽ അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ വീണ്ടും ഇതേ പ്രവർത്തനം ആവർത്തിക്കുവാൻ വേണ്ടി ഈ കടലാസുകളെല്ലാം ഇതേ കോപ്പയിലേക്ക് എടുത്ത് വീണ്ടും ഇളക്കിയ ശേഷം ഭൂമിയിലേക്ക് പരത്തിയാൽ വീണ്ടും അങ്ങനെ തന്നെ വരികയാണെങ്കിൽ അതും യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ? എല്ലാവരും പറയും അതിന്റെ പിന്നിൽ എന്തോ ഒരു സൂത്രം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇത്തരം കാര്യങ്ങൾ പോലും യാദൃശ്ചികമായിട്ട് സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന എങ്ങനെ യാദൃശ്ചികമായിട്ട് മാറും? കാരണം എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഇത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രവുമല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഈ പ്രപഞ്ചത്തിന്റെ ചലനം എന്നും യാതൊരു വ്യത്യാസവും കൂടാതെ പഴയതുപോലെ തന്നെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം യാദൃശ്ചികമാണ് എന്ന് പറയുന്നത് ബുദ്ധിഹീനമാണെന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ആയതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് സർവജ്ഞനും സർവശക്തനുമായ ഒരു സ്രഷ്ടാവുണ്ടെന്നും ആ സ്രഷ്ടാവാണ് ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവനാണിതെല്ലാം സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അംഗീകരിക്കുകയല്ലാതെ കൃത്യമായൊരു മറുപടി ഇത്തരം കാര്യങ്ങൾക്ക് പറയാൻ ബുദ്ധിപരമായിട്ട് ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല.